all, assalamu alaikum. Welcome back to our channel. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ കുറേ ദിവസം മുമ്പ് എടുത്തു വെച്ച വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ രാവിലെ മുതലുള്ള കുറച്ച് വീഡിയോസൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടിഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ബെല്ലൈക്കണും ഓൾ എനേബിൾ ചെയ്യാൻ കൂടി മറക്കല്ലേ. അപ്പോൾ തലേ ദിവസം രാത്രിയിൽ തന്നെ രാവിലേക്കും വേണ്ടിയിട്ടുള്ള മാവ് ഒന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉഴുന്ന് ദോശ ചുടാൻ വേണ്ടിയിട്ടുള്ള മാവാണ് റെഡിയാക്കി വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചൂട് കാലമായതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മളെ മാവൊക്കെ ഒന്ന് പൊങ്ങി വരുന്നുണ്ട് കേട്ടോ. ഇല്ലെങ്കിൽ ഞാനിപ്പോൾ ഉഴുന്ന് ദോശയ്ക്ക് അരച്ച് വെച്ചാൽ ഇത്രയൊന്നും പൊങ്ങി വരാറില്ല, കുറച്ചേ പൊങ്ങി വരാറുള്ളൂ. ഇപ്പോൾ ചൂടായതുകൊണ്ട് നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ പൊങ്ങി വന്ന ദോശ ഉണ്ടാക്കുമ്പം നല്ല കഴിക്കാനും ടേസ്റ്റാണ്, അതുപോലെ കാണാനും നല്ല രസമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ ഉഴുന്ന് ദോശയുടെ മാവാണ്. അപ്പോൾ അത് വെച്ചിട്ട് ഞാനിപ്പോൾ എന്തുണ്ടാക്കാമെന്ന് വെച്ചു, മസാല ദോശ ഉണ്ടാക്കാമെന്ന് വെച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ എൻ്റെ സ്റ്റൈലിലുള്ള ഒരു കറി റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഒരു 2-3 വലിയ പൊട്ടാറ്റോ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഇതുപോലെ കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെയെന്ന് വെച്ചാൽ ഒരു വലിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതും ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ തക്കാളിയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു തക്കാളിയാണ് മീഡിയം സൈസിലുള്ള, അപ്പോൾ അതും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു കുക്കറിലേക്ക് ഇത് മൊത്തത്തിലൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 2 പച്ചമുളകും കൂടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നുള്ളത്. ഒരു 1/4 കപ്പോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ഒരു 1/2 ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുക്കർ അടച്ച് വെച്ചിട്ട് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 2 വിസിൽ വരും വരെ വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് വേവുന്ന നേരത്തെ നമ്മൾ അപ്പം റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഇതേ മാവിൽ തന്നെ മസാല ദോശയ്ക്കുള്ള അപ്പം റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു സൈഡ് നന്നായിട്ട് മൊരിഞ്ഞ് വരുമ്പം കുറച്ച് ഗീ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ദോശ ഒന്ന് എടുത്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ 2 വിസിൽ വന്നിട്ടുണ്ട്. തീ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മസാല നമ്മൾ അപ്പത്തിലൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മസാല ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ മക്കളെയൊക്കെ സ്കൂളിൽ വിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം അവരുടെ ടിഫിനിലൊക്കെ റെഡിയാക്കി അവരെ പറഞ്ഞയച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ഞാനും അപ്പങ്ങളൊക്കെ കഴിച്ചതിന് ശേഷം ഒന്ന് വെറുതെ പുറത്ത് വന്നതാണ്. അപ്പം ഇവിടെ നല്ലൊരു പ്രാവ് ഉണ്ടായിരുന്നു കേട്ടോ. 2 പ്രാവ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഞാൻ വീഡിയോ എടുത്ത് തന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ വേഗം തന്നെ കുറച്ച് ജോലിയും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കിച്ചണിലോട്ടേക്ക് വന്നതിന് ശേഷം ഒരു മീൻ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതിന് വേണ്ടിയിട്ടുള്ള മീനൊക്കെ ഒന്ന് ക്ലീനാക്കി വെച്ചിട്ട് ചാറാണ് ഉണ്ടാക്കുന്നുള്ളത്. അപ്പോൾ അതും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. മീൻ ഫ്രൈയും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഉച്ചക്ക് വേഗം ചോറ് കഴിച്ചതിന് ശേഷം ഒരിടം വരെ പോകാനുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വൈകുന്നേരം ആയിട്ടുണ്ട്. അവിടെ നിന്നൊരു ചായയൊക്കെ കഴിച്ചതിന് ശേഷം കുട്ടികളെയും കൊണ്ട് ഒരു ബീച്ചിൽ പോയിട്ടുണ്ട് കേട്ടോ. മക്കൾക്ക് ഇന്ന് ഉച്ചവരെ മാത്രമേ ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർ വന്ന ഉടനെ തന്നെ ഞങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. നല്ല രസമുള്ളൊരു സ്ഥലമാണ് കേട്ടോ. ഇവിടെ രാത്രിയിൽ എല്ലാവരും വന്ന് ഇങ്ങനെ ഒരു എക്സസൈസൊക്കെ എടുക്കുന്നൊരു സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ. കുട്ടികളും വലിയവരൊക്കെ. അപ്പോൾ നല്ല രസമായിരുന്നു. അപ്പോൾ അങ്ങനെ രാത്രി കുറച്ച് വൈകിയതിന് ശേഷം ഞങ്ങൾ വേഗം കുറച്ച് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം വീട്ടിൽ വന്നിട്ടുണ്ട്. മോമോസും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ജ്യൂസൊക്കെയാണ്.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടി മറക്കല്ലേ. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ഓൾ എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നല്ല നല്ല വീഡിയോസുകളായി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.